ഈശോയെ സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഈശോ കടന്നു വരികയാണ്. ഈശോയെ, ഈശോയെ തകർന്നു പോയ ജീവിതങ്ങളിലേക്ക് നീ കടന്നു വരണം. ഈശോയെ, ഈശോയെ നീ എല്ലാ കാര്യങ്ങളിലും ഈശോയെ രാവിലെ മുതൽ ഈശോയെ കടന്നു വരുന്നതിന് വേണ്ടി നിന്റെ ഒരു നോക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, ആരാധിക്കുന്നതിന് വേണ്ടി നീ കാത്തിരിക്കുന്ന മക്കളോട് കടന്നു ഈശോയെ. യേശുവേ, യേശുവേ ആരാധന, യേശുവേ മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം സ്വസ്തി സ്വർലോകറാണി. മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. തന്നെ മഹത്വം പിറന്ന കണ്ണേ മനോഹരിതായേ, തന്നെ മഹത്വം പിറന്ന കണ്ണേ മനോഹരിതായേ, ആമോദമാണു നീ നൽകാം
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടി ദൈവം നമ്മുടെ ആരാധനയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു ക്ഷണമാണ്. ആരാധനയ്ക്കായി ദൈവം മനുഷ്യനെ ക്ഷണിക്കുകയാണ് പതിവ്. ബൈബിളിൻ്റെ പാരമ്പര്യം അതാണ്. നമ്മളിങ്ങനെ വന്ന് സ്വന്തം ഇഷ്ടത്താൽ ആരാധിക്കുകയല്ല, ദൈവം ക്ഷണിക്കുക. മോസസിനോട് പറഞ്ഞത്, മോസസ് ഫറവോയോട് പറഞ്ഞത്, എൻ്റെ ജനതയെ വിട്ടയക്കണം, എൻ്റെ ജനതയെ വിട്ടയക്കണം, ഭയത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് വിട്ടയക്കണം. എന്തിനാണ്? സ്വതന്ത്രമായി മരുഭൂമിയിൽ വന്ന് എന്നെ ആരാധിക്കാൻ. ശ്രീയുടെ ഹല്ലേലൂയ. ദൈവമേ 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 ആരാധന. ദൈവമേ 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 ആരാധന. ഒരിക്കൽ ഇസഹാക്ക് ദൈവത്തോട് പറഞ്ഞ, അപ്പായോട് ഇസഹാക്ക് അബ്രാഹത്തോട് പറഞ്ഞു, അപ്പാ, വിറകും തീയും ഉണ്ടല്ലോ അപ്പാ, ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ എവിടെ നിന്ന് കിട്ടും? ആര് തരും? അപ്പോൾ ഇബ്രാഹിം ഒരു വാക്ക് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദൈവം തന്നെ തരും. ദൈവം തരുമെന്നല്ല. പണ്ടത്തെ മൂത്തയുടെ ബൈബിളിൽ കിടക്കുന്നത്
അവിടെ ചെല്ലുമ്പോൾ ദൈവം തരുമെന്നാണ്. POC ബൈബിള് കറക്റ്റ് ട്രാൻസ്ലേഷനാണ്, പ്രിസൈസ്. ദൈവം തന്നെ തരൂ. ഒന്ന് കൈയടിച്ചേ. ആ വാക്കിനൊക്കെ ഭയങ്കര തൂക്കമാണ് വാക്കിന്. ഉൽപ്പത്തി 4:22-8 തിരുവചനമുള്ളത്. ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരുമെന്ന്. ഒന്ന് പറഞ്ഞേ. ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ദൈവം തന്നെ തരും. അപ്പോൾ വേറെ ആരുടെടുത്തും പോകണ്ട. അതാണ് സംഭവം. കേൾക്കണ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും, ദൈവം തന്നെ കൊടുക്കുന്നതാണ്. ഈ ദൈവം തന്നെ തരുന്ന, അതായത് നമ്മുടെ ബുദ്ധി, നമ്മുടെ സ്വാധീനം. ഇപ്പോഴേ ഒരു ഗോപാലകൃഷ്ണൻ ചേട്ടൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. ആദ്യമേ 52 വയസ്സുണ്ടായിരുന്നു മനുഷ്യൻ, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ ഏജ് ഓവറായ ആൾ. അപ്പം മനുഷ്യൻ ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ നിന്നാണ് ഈ വചനം എനിക്ക് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം, അതായത് 52 വയസ്സുണ്ടായി. ഞാൻ 52 വയസ്സുള്ള ആളിന് ജോലി കിട്ടാനുള്ള തടസ്സം എന്താ? മനുഷ്യന്മാർ ജോലി കൊടുക്കത്തില്ല, കമ്പനിക്കാർ ജോലി കൊടുക്കത്തില്ല, ഇല്ലേ? ഗവൺമെൻറ് ഒട്ടും കൊടുക്കത്തില്ല. ഗവൺമെൻറ് റിട്ടയർ 55 റിട്ടയർ, അല്ലേ? ഗവൺമെൻറ് റിട്ടയർ മാസത്തിൽ പോയി ജോലി ചോദിച്ചാൽ എങ്ങനെ കിട്ടാനാ? ഗവൺമെൻറ് കൊടുക്കത്തില്ല, കമ്പനി കൊടുക്കത്തില്ല, മനുഷ്യന്മാർ കൊടുക്കത്തില്ല, സ്വകാര്യ കമ്പനികളും കൊടുക്കത്തില്ല. അപ്പം ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്ത കുറേ വിഷയങ്ങളുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ, നിയമപരമായ കാരണങ്ങളാൽ നിൻ്റെ നിലനിൽപ്പിനുള്ള സന്ധിപ്പ് നിനക്ക് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ബൈബിൾ പറയണത്, നിനക്ക് കിട്ടാതിരിക്കാനുള്ള നിൻ്റെ ആശ്വാസന വഴികൾ മാനുഷികമായി പറഞ്ഞാൽ, രാജ്യത്തിലെ നിയമം അനുസരിച്ച് പറഞ്ഞാൽ നിനക്ക് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മനുഷ്യൻ തന്നില്ലെങ്കിലും സമൂഹം തന്നില്ലെങ്കിലും നിനക്ക് ഞാൻ തരും, ഞാൻ തന്നെ തരും. കൈയടിച്ച് കിടത്താൻ ഈ വാക്ക് നിങ്ങളിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമത്തിൽ നിങ്ങളുടെ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് വാതിലടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടനെ കർത്താവിൻ്റെ, നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഈ വാക്ക് ദൈവം വെച്ച് സ്വർഗത്തിൽ വെച്ചുകൊണ്ടിരുന്നില്ല, ഇങ്ങോട്ട് തന്നില്ലേ? അപ്പം അത് വാഗ്ദാനമായി, വാക്കിൻ്റെ ദാനമായി, അല്ലേ? ഈ വാക്ക് ദൈവം സ്വർഗത്തിൽ വെച്ചുകൊണ്ടിരുന്നില്ലല്ലോ, ഇങ്ങോട്ട് തന്നില്ലേ? വാക്ക് തന്നു, അപ്പോൾ എന്തായി? വാഗ്ദാനമായി. വാഗ്ദാനം പാലിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിന്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശു സ്തോത്രം, ഹല്ലേലൂയ. അതായത് ഇപ്പോഴൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, ആ ജെറ്റ് എയർവേസിലെ സാക്ഷ്യമില്ലേ? ജെറ്റ് എയർവേസിലെ സാക്ഷ്യത്തിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ, ആ സെക്ഷൻ എല്ലാം മാതാവ് നേരിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. നമുക്കത് കേൾക്കുമ്പോൾ അറിയാം, എല്ലാ കാര്യത്തിലും മാതാവ് നേരിട്ട് ഇറങ്ങി ചെയ്യണ കാര്യങ്ങളാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം അതാണ്. ഉടമ്പടി ചെയ്യുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങളിലൊന്ന്, അമ്മയുടെ ഉടമസ്ഥതയിലായി നമ്മളപ്പോഴേ. ഉടമ്പടി നമ്മളെ അമ്മയുടെ ഉടമസ്ഥതയിലായിരിക്കും. അപ്പോൾ എൻ്റെ മകളാണെന്ന് ഓൺ ചെയ്യും. ഓൺ ചെയ്യണത് കൊണ്ടാണ് കൂടെ വരുന്നത്. ജയിലിലും വരും. കൃപാസനത്തിലെ കൂടുതൽ സാക്ഷ്യങ്ങൾ ഞാൻ ഇങ്ങനെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ചില വിചിത്ര സാക്ഷ്യങ്ങൾ, പണ്ടില്ലാത്ത സാക്ഷ്യങ്ങൾ വരണത്, ഒന്ന് ജയിലിലെ സാക്ഷ്യമാണ്. കോടതി കേസൊക്കെ അമ്മയുടെ ഇഷ്ടപ്പെട്ടൊരു കാര്യങ്ങളാണ്. എല്ലാ കേസുകളും അതുപോലെയാണ്. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന, ആധുനിക മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സങ്കീർണ വിഷയങ്ങളുടെ മേലും അമ്മ വ്യക്തവും കൃത്യവുമായ തീരുമാനം സമയബന്ധിതമായി പറയുന്നുണ്ട്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, അമ്മ നമ്മൾ ഓൺ ചെയ്യും. ഓൺ ചെയ്ത് നമ്മൾ സ്വന്തമായി, അപ്പം അമ്മ കൂടെ വരും. അതുകൊണ്ടാണ് ആ സഹോദരി മിനിപ്പിള്ള സാക്ഷ്യം പറഞ്ഞില്ലേ, എനിക്ക് അമ്മയുടെ രൂപമില്ല കയ്യിലെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഉടനെ മെഴുകു രൂപമായി മാറുന്നു. കൈയിടിച്ച് കിടത്താൻ യേശു കർത്താവ്
സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതൊക്കെ ഒരു അടയാളമാണ്. നമ്മൾ ആ രൂപം നോക്കിയിട്ട് ഏറെക്കുറെ കൃപാസനത്തിലെ അമ്മയുടെ ആ ഇടത് തോളിൻ്റെ ചെരിവ് കൃപാസനത്തിലെ അമ്മയാണ് അല്ലേന്ന് അറിയണത്. അമ്മയുടെ രൂപം ചെയ്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞ് ഇടത് തോള് ചെരിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെരിഞ്ഞ്. അപ്പം ഞാൻ ശില്പിയോട് പറഞ്ഞ് രൂപത്തിൻ്റെ ഇടത് തോള് ചെരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അത് തന്നെ അടയാളമെന്ന്. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച് ചെയ്തതാണിത്. പ്രാർത്ഥിച്ച് ചെയ്തപ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്നു അന്ന്. കാര്യം അതെനിക്കും അമ്മയ്ക്കും ദിവ്യകുർബാനയ്ക്കും മാത്രമേ അറിയാൻ പാടുള്ളൂ. കാര്യം ഞാൻ കണ്ടതാണ്, വേറെ ആരും അമ്മയെ കണ്ടില്ലെന്ന്. ഞാൻ കണ്ട രൂപം വേറെ ഒരു മനുഷ്യനോട്, ഒരു ശില്പിയോട് പറഞ്ഞ് പിടിപ്പിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഭാഷയുടെ മീഡിയം മാത്രമേ ഉള്ളൂ. അമ്മ സിൽവർ ഗ്രേ ആയിരുന്നു. അതുപോലെ തന്നെ നെഞ്ചിൽ ഒരു സമയഘടികാരം ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് എൻ്റെ കയ്യിൽ ഏറെക്കുറെ കിട്ടിയ ഒരു രൂപം, അത് വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന രൂപമാണ്. ആദ്യമായിട്ട് എൻ്റെ മുറി വന്ന രൂപമാണ്. അപ്പം അത് ഞാൻ വളരെ പട്ടിൽ പൊതിഞ്ഞ് ശില്പിയെടുത്ത് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ ഞാൻ കുറഞ്ഞ പക്ഷേ ഇതുപോലെ എങ്കിലും ഇരിക്കണമെന്ന് പറഞ്ഞു. കാര്യം എനിക്കറിയാം ഞാൻ കണ്ട മാതാവിനെ ശില്പിയോട് പറഞ്ഞത് കേട്ട് ചെയ്ത വേറെ ഒന്നായി തീരുമെന്ന്. പക്ഷേ അതല്ല എൻ്റെ അത്ഭുതം. ഇത് ചെയ്ത് അമ്മയെ കൊണ്ടുവന്നൊരു പ്രതിഷ്ഠിച്ചിട്ട് മുകളിൽ ലൈറ്റ് ഇട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടതുപോലെ തന്നെ ഇരിക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് സ്വകാര്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു സന്തോഷം. കാര്യം ഇത് നിങ്ങളോട് പറഞ്ഞാലും ഒരു പരിധി എനിക്ക് മനസ്സിലാകത്തുള്ളൂ. കാര്യം ഇതെങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. കാര്യം ഞാൻ കണ്ട രൂപം വേറൊരു മനുഷ്യനോട് പറഞ്ഞിട്ട് അദ്ദേഹം അത് ചെയ്ത് ഇവിടെ കൊണ്ടുവരണവരെ കുഴപ്പമില്ലായിരുന്നു, ഏറെക്കുറെ ആയിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അന്നത്തെ കണ്ട പ്രത്യക്ഷീകരണം തന്നെ. അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം ഈ സംഭവം അമ്മ ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കത്തില്ലെന്നറിയാം. കാര്യം ആ സാക്ഷ്യത്തിൻ്റെ സ്വഭാവം കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ. ഇപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ ജെട്ടർ വയസ്സിൽ കാൻഡിഡേറ്റിൻ്റെ സാക്ഷ്യം എന്താ? അവൾ അച്ഛൻ ഇരുന്ന ഇടവകയിൽ അംഗമാണ് പഴയ. ഞാൻ ആ കുഞ്ഞിനെ കണ്ടില്ല, സാക്ഷ്യം കേട്ടതേ ഉള്ളൂ. എന്നാലും എനിക്കറിയാം ഒരു സാധാരണ വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ നമ്മളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഇല്ല. ദൈവം തന്ന ഇച്ഛാശക്തി മാത്രമേ ഉള്ളൂ. ദൈവം തന്ന ഇച്ഛാശക്തിയിൽ അവൾ പോകുക. അതാണ് ദൈവം തന്നെ തരണമെന്ന് പറയണത്. ഇപ്പം നിങ്ങൾ പറയും എനിക്ക് ആൻറ്റി ഇല്ല, എനിക്ക് ആങ്ങളമാരില്ല, അതുപോലെ തന്നെ എനിക്ക് ബന്ധുക്കളില്ല, പഠിച്ചവരില്ല, എൻ്റെ കുടുംബത്തിൽ പണക്കാരില്ല, രാഷ്ട്രീയ സ്വാധീനമുള്ളവരില്ല എന്നൊക്കെ നിങ്ങൾ പറയും. ഇനി നിങ്ങൾ പറയരുത്. ഉടമ്പടി ചെയ്താൽ നിങ്ങളെന്ന് പറയരുത്. ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളെന്താ പറയണത്? അയ്യോ എനിക്ക് ആങ്ങളമാരില്ല. ചില പെമ്പിള്ളേരിൽ പറയത്തില്ലേ, എനിക്ക് ആങ്ങളമാരില്ല, ആങ്ങളുണ്ടായിരുന്നെങ്കിൽ സന്ധ്യയ്ക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ ആളുണ്ടായിരുന്നുകൊണ്ട് ഒരു പെങ്കൊച്ച് അമ്മയുമായിട്ട് എപ്പോഴും ഗുസ്തിയാണ്. നിങ്ങൾക്കൊരു കൊച്ചിനെ കൂടി ജനിപ്പിക്കാൻ പറയാം, നിനക്ക് എന്നാ പണിയായിരുന്നു എന്ന് ചോദിച്ച് അമ്മയുടെ മുഖത്തൊക്കെ ചോദിക്കണേ. എനിക്ക് കൂട്ടില്ല. പക്ഷേ അമ്മയ്ക്ക് അതിനകത്ത് വിഷമമില്ല. അവൾക്ക് പിന്നെ കുട്ടി ഉണ്ടായില്ല. അവർ ട്രൈ ചെയ്താണ്, പക്ഷെ കുഞ്ഞുണ്ടായിരുന്നില്ല. കുഞ്ഞിൻ്റെ കൂട്ടിന് വേണ്ടി ട്രൈ ചെയ്തതാണ്. ഇത് ഒരു മാനുഷികമായ വിഷയമാണ്. ഇതുപോലെ എല്ലാവർക്കും വിഷയമുണ്ടാകും. ചിലപ്പോൾ ഒരു കുഞ്ഞാകുമ്പോൾ തന്നെ നിന്ന് പോകും. ചിലപ്പോൾ നമുക്ക് കുഞ്ഞിനെ കിട്ടത്തില്ല. അപ്പം കൂട്ടുണ്ടാകാതെ വരുമ്പോൾ മറ്റുള്ള കുട്ടികളെല്ലാം കൂട്ടുമായിട്ട് നടക്കുകയും ആങ്ങളമാരുമായിട്ട് നടക്കുകയും കുഞ്ഞിപ്പെങ്ങളുമായിട്ടൊക്കെ നടക്കുകയും ചെയ്യുമ്പോൾ ഈ ഒറ്റപ്പെട്ട ആൾക്കാർക്ക് വിഷമമുണ്ടാകും. എൻ്റെ ദൈവത്തിൽ നീ ഉടമ്പടി ചെയ്താൽ നിനക്ക് വിഷമമില്ല. എന്താ കാര്യം? എല്ലാ കൂട്ടിനും നിനക്ക് അമ്മയുണ്ട് കൂടെ. കൈ അടിച്ച് കർത്താൻ. ഹല്ലേലൂയ. ഈ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ സാന്നിധ്യം നമ്മുടെ കൂടെ വരാൻ വേണ്ടിയാണ് നമുക്ക് കുറച്ച് വെഞ്ചരിച്ച മാധ്യമങ്ങളുള്ളത്. അതിലൊന്ന് തിരി. പക്ഷെ തിരി എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലേ? വെഞ്ചരിച്ച പത്രവും എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനും പരിമിതിയുണ്ട്. ഇപ്പോൾ അഭിനന്ദ പിതാവ് പറഞ്ഞിരിക്കുന്ന പത്രത്തിൻ്റെ സാക്ഷ്യങ്ങൾ പറയിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിതാവിന് പറയാൻ കാരണമുണ്ട്. ഫേസ്ബുക്കിൽ ചില ആൾക്കാർ പത്രത്തിനെതിരായിട്ട് ചില കമൻറ്റുകൾ വന്നപ്പോൾ രൂപതയ്ക്ക് അത് ഒരു വിഷമമായി. അപ്പം അങ്ങനെ പിതാവ് പറഞ്ഞു അത് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു.
പക്ഷേ 10-12 തവണ വ്യഞ്ചരിച്ചാൽ നിങ്ങളുടെ കയ്യിൽ എത്തണത്. അതിവിടെ പറയിപ്പിക്കത്തില്ലെങ്കിലും അതിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് സൂക്ഷിച്ചു വെക്കണം. കാര്യം സഭ എന്നായാലും സാർവത്രിക സഭ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ അംഗീകരിച്ച് ഇത് വണക്കത്തിൻ്റെ ഒരു വിഷയമായിട്ട് ഔദ്യോഗികമായിട്ട് നമുക്ക് സഭ തരുന്ന കാലത്ത് ഇന്നത്തെ ഓരോ അടയാളങ്ങളും പ്രാഥമിക കാലഘട്ടങ്ങളുടെ അടയാളങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് വരും. ഈ കാലം പ്രധാനപ്പെട്ട കാലമാണല്ലോ ഇതിൻ്റെ. 2015 തൊട്ട് ഇങ്ങോട്ടുള്ള അത്ഭുതങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം നാളെ സ്റ്റഡി ചെയ്യും. 100 കൊല്ലം കഴിഞ്ഞാലും ഇതെല്ലാം പഠിക്കും. ഏതെല്ലാം മേഖലകളിലാണ്. ഇപ്പം അമ്മയുടെ ഒരു കാശ് രൂപ ഞാൻ അവർ കൊടുത്തില്ലേ, അവൾ പറഞ്ഞു നീ ഓപ്പറേഷന് പോവുകയാണ്, പക്ഷെ കാശ് രൂപ കയ്യെ കെട്ടിയിരിക്കണം. എന്താ കാര്യം? ICUവിൽ അമ്മയ്ക്ക് വേറെ ആർക്കും കയറാൻ പറ്റത്തില്ല. ബന്ധുക്കളുണ്ടെങ്കിലും സ്വന്തപ്പെട്ടവരുണ്ടെങ്കിലും ഭർത്താവുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും സ്വന്തം മകൾ ഹെഡ് നേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ നമ്മളുടെ ഓപ്പറേഷൻ ടൈമിൽ നമ്മുടെ കൂടെ വന്ന് ICUവിൽ നിൽക്കാനോ വെൻറ്റിലേറ്ററിൽ നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ അമ്മ വന്ന് നിൽക്കും. അമ്മ വന്ന് നിൽക്കുന്നുണ്ടെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് കാശ് രൂപം വെഞ്ചരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെഞ്ചരിച്ച് നീ കെട്ടിയിരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കും അറിയാം ICUവിലൊന്നും കാശ് രൂപം കയറ്റത്തില്ലെന്ന്. നഴ്സുമാർ ആദ്യമേ വലിച്ചു പൊട്ടിക്കും, അല്ലെങ്കിൽ നഴ്സുമാരെ ഡോക്ടർ ശാസിക്കും. കാര്യം സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ്. പക്ഷേ അഭിഷേകത്തിന് അത് പറയുമ്പോൾ ബാക്കി ചെയ്യേണ്ടതാരാ? അമ്മയാണ്. അതുകൊണ്ടാണ് ഒരു തോമസ് ഡോക്ടറോടെ വന്നിട്ട് അവളുടെ കയ്യിൽ അത് കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞത്. അവളുടെ കയ്യിൽ അത് കെട്ടിക്കൊടുക്കുമ്പോൾ അമ്മയാണ് കൂടെ നിൽക്കണമെന്ന് അറിയണം. അതുകൊണ്ടാണ് അവൾക്ക് ബോധം വരണതിന് മുമ്പ് തന്നെ അമ്മ നിൽക്കുന്നത് കണ്ടത്. കൈയിട്ടിച്ച് കർത്താണ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഇപ്പം നമ്മൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ, അതായത് പതിരയ്ക്ക് ഒരു 3 ഇഞ്ച് ദൂരം കിടക്കുന്ന, അപ്പോൾ ആ കുഞ്ഞെന്താ പറഞ്ഞത്? ഈ ദൂരമുള്ളത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നേരത്തെ ഉള്ള ദൂരമാണത്. ആ വർത്തമാനം എല്ലാം വേണം ശ്രദ്ധിക്കണം. പുതിയ ഇഷ്യൂ അല്ല, നേരത്തെ ഉള്ള ജന്മനാ ഉള്ള ദൂരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, കുഞ്ഞുങ്ങളൊക്കെ ഹാർട്ടിന് ദൂരമാണെന്ന് പറയുമ്പോഴേ അതടഞ്ഞെന്ന് പറഞ്ഞാൽ അതൊന്നും അച്ഛൻ സാക്ഷ്യം പറയിപ്പിക്കത്തില്ല. ഞാൻ എടുത്ത് വെക്കും. എന്താ കാര്യം? കുഞ്ഞുങ്ങളുടെ ഒരു ഹാർട്ടിൻ്റെ ദൂരമൊക്കെ മിക്കവാറും ഒരു 60%. ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 5% ഹാർട്ടിന് ദൂരമുണ്ട്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 5% ഹാർട്ടിന് ദൂരമുണ്ട്. ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും. അപ്പോൾ വലിയത് ചെറുതുമൊക്കെ ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിസ്റ്റ് പറയും ഇപ്പം തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറയും. പക്ഷേ ചെറിയ ദൂരമാണെങ്കിൽ അവർ 7 വയസ്സിനുള്ളത് അടഞ്ഞു പോകും. ചെറിയ ദൂരമാണെങ്കിൽ, ഹൃദയത്തിൻ്റെ ദൂരമാണെങ്കിൽ ഒരു 2 മില്ലി ഒക്കെ ഉള്ളതാണെങ്കിൽ അത് അടഞ്ഞു പോകും, സ്വാഭാവികമായിട്ട് അടഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമ്മളത് അവിടെ ഉടമ്പടി തൈലം തേക്കുകയുള്ളൂ. അത് സുഖപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനത് പെട്ടെന്ന് അംഗീകരിക്കത്തുമില്ല. സ്വാഭാവികമായിട്ട് അടഞ്ഞു പോയതാണെന്ന് പറയും. അതുകൊണ്ട് ആ സാക്ഷ്യം പറയിപ്പിക്കത്തില്ല നമ്മൾ. കാര്യം ഡോക്ടേഴ്സൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നേഴ്സുമാരൊക്കെ ഉണ്ടാകും, അവർക്കറിയാം ഇത് സാക്ഷ്യമൊന്നുമല്ല, ഇത് മിറക്കളൊന്നുമല്ല, ചുമ്മാ അച്ഛനെ കാര്യം അറിയാൻ പറ്റാത്തതുകൊണ്ട് പറയിപ്പിക്കുകയാണ്, ഇത് സ്വാഭാവികമായിട്ട് അടഞ്ഞു പോയതാണ്. അപ്പം അങ്ങനെ തിരിച്ച് വിമർശിക്കാൻ സാധ്യതയുള്ള സാക്ഷ്യങ്ങളൊന്നും പറയിപ്പിക്കത്തില്ല. നമ്മൾ പറഞ്ഞ കാര്യം ശരിയല്ലല്ലോ അത് പറയിപ്പിക്കുന്നത്. മിറക്കിളെന്ന് തോന്നുന്നതും ഒരു ഹാഫ് മിറക്കിളായുള്ള കാര്യങ്ങളാണ് പറയിപ്പിക്കുന്നത്. ഇപ്പം മുകളിലൊരു നെഞ്ചത്ത് ഇത് വർഷങ്ങളായിട്ടുള്ള ദൂരമാണത്, അതൊന്നും അടയത്തില്ല. അതിൻ്റെ അടയണമെങ്കിൽ തന്നെ 12 വയസ്സിനും അടയണം, 7 വയസ്സിനും അടയണം, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 12 വയസ്സ്. അത് കഴിഞ്ഞുണ്ടാകുന്ന ദൂരങ്ങളൊന്നും അടയത്തില്ല. അതായത് പ്രത്യേകിച്ച് ഈ പൾമിനോളജിയിൽ ഒരിക്കലും അടയത്തില്ല ഈ നമ്മുടെ ചെസ്റ്റിൻ്റെ വിഷയത്തിൽ. പിന്നെ എന്താണ്, ഞാനിതിപ്പോൾ പുതിയ സാക്ഷ്യം കേൾക്കണമില്ല. അതായത് നമ്മൾ ആദ്യം സ്കാൻ ചെയ്യുമ്പോൾ, MRI ചെയ്യുമ്പോൾ ഈ ദൂരം അവിടെ ഉണ്ട്. പിന്നെ നമ്മളൊന്ന് ഉടമ്പടി ചെയ്യുന്നു. ഉടമ്പടി ചെയ്തിട്ട് പോയി ഒരു ഉടമ്പടി തൈലം തേച്ചിട്ട് പോയി വീണ്ടും പ്രാർത്ഥിച്ച് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അതവിടെ ഇല്ല. ഇതൊന്നല്ലല്ലോ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ, ഇതിങ്ങനെ മാസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ചെയ്യുമ്പോൾ നിൻ്റെ പതിര അമ്മ സ്വന്തമാക്കി ഉടനെ അവൻ്റെ പാച്ച് വർക്ക് അപ്പം തന്നെ തുടങ്ങും. ആ സെക്കൻഡാണ് പാച്ച് വർക്ക് ചെയ്യണം, ഒരു അല്പം പോലും താമസിക്കത്തില്ല. അതിലെ ചില ആൾക്കാർ വേണം 4 ദിവസമേ കഴിഞ്ഞുള്ളൂ, 4 ദിവസത്തിനുള്ളിൽ അമ്മ വിഷയം ഏറ്റെടുത്തെന്ന് പറയുന്നത് എന്താ? അത്രയും സ്പീഡായിട്ടാണ്. അതായത് മനുഷ്യൻ്റെ ആന്തരികവും ബാഹ്യവും ഭൗതികവുമായ എല്ലാ മേഖലകളിലും
നിറഞ്ഞ അധികാരത്തോടു കൂടിയാണ് അമ്മയെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ശ്രുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി ചിരിക്കുന്ന എല്ലാ ഈ സാക്ഷ്യങ്ങൾ എന്തിനാണ് ഇത്രയും പറയിപ്പിക്കണമെന്ന് അറിയാവോ? ഇനിയും സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ല, ആരാധനയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് അവർക്കത് കൊടുത്തു വിട്ടിരിക്കുകയാണ്. അവരെ അടുത്ത മാസം ഏതെങ്കിലും ദിവസം സാക്ഷ്യ ദിവസം വന്നത് പറഞ്ഞ് അതിൻ്റെ കടം തീർക്കേണ്ടതാണ്. കാര്യം സാക്ഷ്യം ഒരിക്കലും സാക്ഷ്യം നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം ചിലപ്പോൾ തരുന്ന സാക്ഷ്യം എല്ലാം ഇവിടെ പറയിപ്പിക്കത്തില്ല, പക്ഷെ ഞങ്ങളത് ബോർഡിലിടും. കാരണം നമുക്ക് സമയത്തിൻ്റെ പരിമിതി അനുസരിച്ച് കൊണ്ട് ഉടമ്പടിയുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടുള്ള സാക്ഷ്യങ്ങളാണ് നമ്മൾ കൂടുതൽ കുറച്ചുകൂടി ഒബ്ജക്റ്റീവായിട്ടുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടാണ് അത് വസ്തുനിഷ്ഠമായിട്ട് എന്തിനാത് എന്ത് ചോദിച്ചാൽ ഇത് കേൾക്കുന്നവർ ഉടമ്പടി ചെയ്തവരാണ്. നിങ്ങൾക്ക് ചില സമയത്ത് ഉടമ്പടി ചെയ്തവർക്ക് എന്ത് ചെയ്യുന്നറിയാവുക, ലോകാരൂപി ഉള്ളവരാണെങ്കിൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓ ദൈവം അവളെ സഹായിച്ചു, എന്നെ മാത്രം സഹായിച്ചില്ല. ലോകാരൂപി ഉള്ളവരാണെങ്കിൽ ഉടനെ മനസ്സിൽ വിചാരിക്കും, അപ്പം തന്നെ അറിയില്ല നിങ്ങളുടെ അരൂപി എന്താണെന്ന്. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ ദൈവം അവളെയും സഹായിച്ചു, ദൈവം എന്നെ സഹായിച്ചില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊരു സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അവരെപ്പോലും നമ്മളും ഉടമ്പടി ചെയ്തതാണ്. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി കുറച്ചുകൂടി കാർക്കശ്യമായിട്ട് പാലിക്കും. അതാണ് വേണ്ടത്. ഞാൻ ധൃതി കാണിക്കത്തില്ല, ദൈവത്തിന് സമയം കൊടുക്കും. കാര്യം ദൈവം എപ്പോഴായാലും എൻ്റെ കാര്യത്തിൽ ഇടപെട്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സമയം കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി കുറച്ചുകൂടി കാർക്കശ്യമായിട്ട് പാലിക്കും. എന്താണെന്ന കാര്യം എന്നറിയാവോ? ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ചില ആൾക്കാർ വരത്തില്ലേ, ഉടമ്പടി പുതുക്കിയിട്ട് വരുന്നവരോട് അത് മെസ്സേജ് എടുക്കുന്ന സമയമാകുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളുടെ കൂട്ടത്തിൽ കുമ്പസാരിച്ചത് ആരാണെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞ് ചേൻ ഇന്നലെ കുമ്പസാരിച്ചില്ലേ? ആ കുമ്പസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി ചെയ്ത ആരാണ്? ഉടമ്പടി ചെയ്തത് ഞാൻ. ആ വ്യത്യാസം തന്നെ കണ്ട, വൈഫാണ് ഉടമ്പടി ചെയ്തത്, ചേനാണ് ഇന്നലെ കുമ്പസാരിച്ചത്. അപ്പോൾ വൈഫ് കുമ്പസാരിച്ചിട്ടില്ല. അതാണ് സംഭവം. ചിലപ്പോൾ 1 മാസമായി കാണും. അങ്ങനെ 1 മാസം ആകാൻ പാടില്ല. ഞങ്ങൾ പോലും 2 ആഴ്ചക്കുള്ളിൽ ആണ് കുമ്പസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കുമ്പസാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വെക്കരുത്. കാര്യം കുർബാന പോലെ തന്നെ നമുക്ക് ദൈവമായിട്ട് അനുജനപ്പെടാൻ പാലം ഒടിഞ്ഞ് കിടന്നാൽ പിന്നെ ഇക്കരെ നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ. കുമ്പസാരം ഒരു പാലമല്ലേ. ഇക്കരെ നിന്നിട്ട് പാലം വരുമ്പോൾ നമ്മൾ വളരെ സ്പീഡായിട്ട് ഓടി 40 മൈൽ 50 മൈൽ 60 മൈൽ സ്പീഡായിട്ട് ഓടി ഇക്കരെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് അതേ കിടക്കണം, പാലം ഒടിഞ്ഞ് കിടക്കണം എന്ന് പറഞ്ഞ പോലെയാണ് കുമ്പസാരിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പുസ്തകത്തിൽ എഴുതിക്കുന്നത്, അക്രൈസ്തവർക്കിത് ഈ നിബന്ധനകളെല്ലാം ക്രിസ്ത്യാനികൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. അക്രൈസ്തവർക്ക് കുമ്പസാരിക്കാനുള്ള അവസരമില്ല. അപ്പോൾ അവർക്ക് പക്ഷേ അവർ മനസ്സാക്ഷി വിശുദ്ധി പാലിക്കണം. എനിക്ക് അവരെക്കുറിച്ച് നല്ല വിശ്വാസമാണ്. ഞാൻ എൻ്റെ കുരിശെ തൊടാൻ പറയുമ്പോൾ പറയും ഞാൻ തൊടത്തില്ല അച്ഛാ. പറയും നീ തൊടാൻ പറയും. ഇല്ല ശരിക്കും തൊടാൻ പറ്റിയ ദിവസമല്ലെന്ന് പറയും. ഞാൻ അത് കുഴപ്പമില്ല മോളെ, നമുക്ക് ജലദോഷം പോലെയോ അതുള്ളൂ. അത് നമുക്ക് ജലദോഷം പോലെയേ ഉള്ളൂ. ജലദോഷം പോലെ തന്നെ ഒരു വിഷയമാണ്. ക്രിസ്തീയ സഭയിലെ ആധ്യാത്മിക ആന്തരിക വിശുദ്ധിക്കാണ് പ്രാധാന്യം. മറ്റത് നമ്മുടെ മാനുഷ്യമായി കീപ്പ് ചെയ്യേണ്ട വിശുദ്ധിയും വൃത്തിയാണ്. ഇത് ആന്തരിക. അപ്പം നിനക്ക് വിശ്വാസമുണ്ട്, വിശ്വാസം തന്നെ വിശുദ്ധി. വിശ്വാസത്തിൻ്റെ മുന്തിയ നിലവാരങ്ങളാണ് ദൈവസ്നേഹമായിട്ട് വരുന്നത്. അതുകൊണ്ട് നീ കുഴപ്പമില്ല. കാര്യം ഭയങ്കര വിശ്വാസമായിരിക്കും അവർക്ക്. ഇപ്പം വിശ്വാസമുള്ളവരോട് ദൈവം. അപ്പം അതുകൊണ്ട് എപ്പോഴും അക്രൈസ്തവ സഹോദരരുടെ ഒത്തിരി സാക്ഷ്യം വരുന്നുണ്ട് ഇവിടെ അല്ലേ. അത് അവർ അക്രൈസ്തവ സഹോദരങ്ങളാണെന്ന് ഞാൻ പറയിപ്പിക്കത്തില്ല ഒന്നും. വളരെ വസ്തുനിഷ്ഠമായ കാര്യമായിട്ട് തോന്നണ കൊണ്ടാണ് അത് പറയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പറയിപ്പിക്കത്തില്ല. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഉടമ്പടി ചെയ്യുമ്പോൾ ആ 3 പാപങ്ങൾ ഉപേക്ഷിക്കണ കാര്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇത് അറിയാതെ ആവർത്തിക്കുന്നുണ്ടോ? അതാ ഉടമ്പടിയുടെ ആദ്യത്തെ ദിവസത്തിന് വേണ്ടി ഉടമ്പടിയുടെ മകളെ ഇങ്ങനെ പോയിക്കോളൂ, അവിടെ സ്ഥലം ഉണ്ടാകും ചിലപ്പോൾ അതിലെ പോയിക്കോളൂ. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കൊരു രഹസ്യം അറിയാവോ? അല്പം താമസിച്ചാലേ നിങ്ങൾ ദൈവത്തെ സ്നേഹത്തോടെ നിങ്ങൾ കാത്തിരിക്കണം. ടെൻഷൻ അടിക്കരുത്. എന്താ കാര്യം അറിയാം? ഇപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ അടപ്പൊന്ന് ഊറ്റി വാങ്ങിക്കണത് ആരാ? ഇപ്പം ദോശ ആയാലും ശരി, ഇറച്ചിക്കറി ആയാലും ശരി, പച്ചക്കറി ആയാലും ശരി,
ചെന്ന് അമ്മമ്മ ഇങ്ങോട്ടൊക്കെ അടുക്കള ചെന്ന് എടാ അപ്പം ഇത് വെന്തിട്ടില്ലടാ വേഗണ്ട പകുതി വന്നാൽ അവിടെ ഇങ്ങോട്ടൊക്കെ പറയും. നമ്മൾ ചുണ്ടും പൊള്ളി അണ്ണാക്കും പൊള്ളി ഈ കഴിക്കുകയും ചെയ്ത് നമുക്ക് രുചി ഉണ്ടാകത്തുമില്ല ഇല്ലേ? അമ്മ ഉദ്ദേശിക്കണേ എന്താ? ഇത് വെന്ത് പാകത്ത് ഇറക്കി വെച്ച് മര്യാദ കൊണ്ടുവന്ന് അടുക്കളയെ നമ്മുടെ ഇവിടെ തീന്മേശ കൊണ്ടുവന്ന് വിളമ്പി തരാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. നമുക്ക് ധൃതിയാണ്, നമ്മൾ അടുക്കളയിൽ നിന്ന് ഊറ്റി മേടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം പകുതി വേവിലാണ് എടുത്തുകൊണ്ട് പോകണത്. രുചിയും ഉണ്ടാകത്തില്ല, ചുണ്ടും വായും പൊള്ളുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ധൃതിയൊന്നും കാണിക്കരുത്, അടുക്കള ധൃതിയൊന്നും ഉടമ്പടിക്ക് കാണിക്കരുത്. മനസ്സിലായ? അതായത് ദൈവത്തിന്, അതായത് നമുക്കറിയാമില്ല, പ്രാർത്ഥന ഒരു മീറ്ററാണ്. ഇപ്പോൾ കറണ്ടുകാരൻ നമ്മുടെ ഈ മീറ്റർ നോക്കാൻ വേണ്ടി വരത്തില്ലേ? അയാൾ നോക്കിയിട്ട് എന്തുമാത്രം കറണ്ട് ചിലവായെന്ന് കുറിച്ചിട്ടാണ് നമുക്ക് ബില്ല് തരണം അല്ലേ? ഇതുപോലെ ദൈവം നോക്കണ മീറ്ററാണ് പ്രാർത്ഥന. എന്തോരം വിശ്വാസമുണ്ട് നിനക്ക്, എന്തോരം പ്രത്യാശ ഉണ്ട് നിനക്ക്, എന്തോരം ദൈവസ്നേഹമുണ്ട് നിനക്ക്, എന്തോരം സമർപ്പണമുണ്ട് നിനക്ക്. അപ്പം അത് ആ മീറ്റർ നോക്കിയാൽ ശരിക്കും പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നവരാണ്. അപ്പം ചില വിഷയങ്ങൾക്ക് ദൈവം വെട്ടിച്ചില് പോലെ അങ്ങോട്ട് കയറി പിടിക്കും. പക്ഷേ ചിലപ്പോൾ സെക്കൻഡ് ഫേസ് വരുമ്പോൾ ലാഗാകും. നിനക്ക് ഇപ്പോൾ എമർജൻസി ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളില്ലേ? ആ എമർജൻസി ആയിട്ട് നടക്കേണ്ട കാര്യങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ല, അത് ചെയ്യും. സെക്കൻഡ് ഫേസിൽ ലാഗ് ചെയ്യും. അപ്പം നീ ഒരു പൊട്ടിക്കളിയാണെങ്കിൽ നീ വിചാരിക്കും, ഓ നേരത്തെ അത് നടന്നായിരുന്നല്ല, ഇതിപ്പോൾ എന്താ നടക്കണത്? അപ്പം അങ്ങനെ ചിലപ്പോൾ പ്രാർത്ഥന നീ 1-2 പ്രാർത്ഥന വിട്ടുപോയെന്ന് വരും. നീ എന്തെങ്കിലും തരികിട കാര്യം പറയും, അമ്മ അസുഖമില്ലായിരുന്നു, അമ്മ കിടപ്പിലായിരുന്നു എന്നൊക്കെ പറയും. ഒരു കഥയുമില്ല. ഉടങ്കുലി ന്യായങ്ങളൊന്നും ഉടമ്പടി പറഞ്ഞേക്കരുത്. എന്താ കാര്യം എന്നറിയാവോ? അത് നമ്മുടെ പ്രാർത്ഥനയെ ബാധിക്കുന്ന, വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് അച്ഛൻ പണ്ടൊക്കെ പറയുമായിരുന്നു, ഉടമ്പടി തെറ്റിച്ചാൽ നിങ്ങൾ പോയി കുമ്പസാരിക്കണമെന്ന്. ഇപ്പം എന്താ പറയാത്തതെന്നറിയാവുക? ഈ അച്ഛന്മാരെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. അവർ പിന്നെ അവർ കുമ്പസാരിക്ക് പറയുക, അവർ പറയും ഇതൊന്നും കുമ്പസാരിക്കേണ്ട കാര്യമില്ലെന്ന് പറയും. ഇതൊന്നും കുമ്പസാരിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറയും. അപ്പോൾ അവർ വന്ന് എന്നോട് പറയും, അച്ഛാ ആ അച്ഛൻ വന്നില്ല കുമ്പസാരിക്കേണ്ടത്. ഞാൻ നിൻ്റെ മനസാക്ഷി കൊപ്പി നീ ചെയ്യും, ഞാൻ ഇതിനകത്ത് എസോ നോയും പറ്റില്ല. കാര്യം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ. പക്ഷേ എന്നാലും നിങ്ങൾ മനസ്സിലെങ്ങനെ ഓർക്കണം, ഒരു ദിവസം പ്രാർത്ഥന തെറ്റിപ്പോയെങ്കിൽ. കാര്യം അത് നിൻ്റെ അലംഭാവം കൊണ്ടാണെങ്കിൽ അത് നിൻ്റെ വിശ്വാസ തകർച്ചയുടെ ഭാഗമായിട്ടാണ് വരണത്. മനസ്സിലായില്ലേ? നിൻ്റെ വിശ്വാസ തകർച്ചയിൽ നിങ്ങളുടെ എവിടെയെങ്കിലും വിശ്വാസം ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന മുടങ്ങും. ഇപ്പോൾ ചില ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞത്, അച്ഛാ എൻ്റെ മകളുടെ വിസ എക്സ്പയർ ആകാൻ പോകുന്നു, അല്ല വിസ അടിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി അവിടുന്ന് കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ആകാൻ ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ. എത്ര കാര്യം കാശ് മുടക്കിയാണ് അച്ഛാ, വീട് സ്ഥലമൊക്കെ വിറ്റാണ് അവിടെ പോയിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഉറക്കവും വരണില്ല. ഞാൻ ഉടമ്പടി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയാം അച്ഛാ, ഞാനിത് തന്നെ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്നെ വിസ അടിച്ചത് എന്നെ അമ്മ കാണിച്ചു തന്നു. അപ്പം ഞാൻ ഉടനെ മകളെ വിളിച്ച് പറഞ്ഞു, വിദേശ രാജ്യത്ത് ഒരു മകളെ വിസ അടിച്ചിട്ടുണ്ട്, അമ്മ എന്നെ കാണിച്ചു തന്നെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ കാണിച്ചത് തന്നെയാണല്ലോ വിസ അല്ലേ? അത് ദൈവമായിട്ട് സംസാരിക്കുന്ന രീതികളാണ്. എന്നിട്ട് ഈ അമ്മ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ മകളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മേ എന്നെ അടിച്ച് കാണിച്ചത് തന്നെയാണല്ലോ വിസ അല്ലേ? ഇവരോട് പറഞ്ഞു, അമ്മ ഇടി വിസ അടിച്ചിട്ടുണ്ട്, അമ്മ എന്നെ കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഒരു സാധനം, ഒരു പേപ്പർ അമ്മ കാണിച്ചു കൊടുത്തായിരുന്നു, സ്വപ്നത്തിലോ ദർശനത്തിലോ കാണിച്ചു കൊടുത്തായിരുന്നു. ഇവരെന്നാ ചെയ്യുന്നറിയാവോ? ഇവർ ഉറങ്ങിയില്ല. അന്ന് വിസ അടിച്ച് കാണിച്ചു കൊടുത്ത സന്ധ്യയ്ക്ക് ഇവർ ഉറങ്ങില്ല. കാര്യം വെളുപ്പിനാണ് മകളെ ടെർമിനേറ്റ് ചെയ്യേണ്ടത്, അത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഉറക്കമില്ല. ആൾ തിരിച്ചു പോരാതിരിക്കാൻ വേണ്ടി ഇവിടെ രാത്രി മുഴുവനും പ്രെയർ ചെയ്തുകൊണ്ടിരുന്നു. അതാണ് വിശ്വാസം എന്ന് പറയണത്. രാത്രി മുഴുവനും പ്രെയർ ചെയ്തുകൊണ്ടിരുന്ന്, ഉറങ്ങാതെ ഇരുന്ന് ജവമാരെയും ഉടമ്പടി പ്രാർത്ഥനയും ജവമാരെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. കാര്യം വളരെ സീരിയസ് വിഷയമാണ്. അതായത് 10 മണിക്കുള്ളിൽ ഓഫീസിൽ ചെന്നപ്പോൾ ഓൺ ടൈമിന് വിസ അടിച്ച് വന്നു. പ്രൈസ് ദി ലോർഡ്. ഉടനെ ഇവിടെ തിരിച്ച് പറഞ്ഞു, അമ്മനെ കാണിച്ച എന്നെ ഇപ്പം നേരിട്ട് കാണിച്ചെന്ന് പറഞ്ഞു. അമ്മയെ ദർശനത്തിൽ കാണിച്ച വിസ ഇപ്പം എന്നെ നേരിട്ട് കാണിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഒന്നും, അതായത് നിങ്ങളുടെ പ്രെയറിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ മതി. ഇപ്പോൾ ഒരു ചെടുത്ത് സാക്ഷ്യം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈ മാസം പറഞ്ഞ സാക്ഷ്യങ്ങളാണ് ഇതൊക്കെ. ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ അവർക്ക് വിശുദ്ധ നാട്ടിൽ പോകണം. പക്ഷേ എന്താ പ്രശ്നം, പൈസ എല്ലാം കൊടുത്തു,
160,000 കൊടുത്തവർ കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും നാട്ടിലെല്ലാം നടന്ന് പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച വിശുദ്ധ നാട്ടിൽ പോവുകയാണ്, അടുത്ത ആഴ്ച ബന്ധുക്കളുടെ വീട്ടിൽ സ്വന്തപ്പെട്ടവരുടെ വീട്ടിലൊക്കെ ചെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനാ സഹായമൊക്കെ കൊടുത്ത് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞു നോക്കിയപ്പോൾ ഇവിടെ ഇപ്പം എന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാസ്പോർട്ട് എക്സ്പയർ ആയിപ്പോൾ അറിഞ്ഞില്ലായിരുന്നു. പാസ്പോർട്ടിൻ്റെ ഡേറ്റ് പോയി അറിഞ്ഞില്ല. അത് നേരത്തെ ബുക്ക് ചെയ്ത് പാസ്പോർട്ടിൽ ഡേറ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ബുക്ക് ചെയ്തതാണ്. പക്ഷേ പാസ്പോർട്ട് എക്സ്പയർ ആയിപ്പോയി. അവസാനം ഏജൻറ്റിൻ്റെ അടുത്ത് അവസാനം ഇത് വിസ വേറെ തരത്തിലാണ് അടിക്കണേ. ഇമിഗ്രേഷൻ്റെ വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളോട് ചില സമയത്ത് തലേദിവസമൊക്കെ ചോദിക്കത്തുള്ളവർ ഗ്രൂപ്പായിട്ട് വരണ കാരണം തലേദിവസം 2 ദിവസം മുമ്പ് ചോദിച്ചപ്പോൾ ഇത് എക്സ്പയർ. അയാൾ തലേ കൈവച്ച് ഇവരോട് പറഞ്ഞു ഇത് കിട്ടത്തില്ല, നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് മനസ്സ് മുഴുവനും ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും വിശുദ്ധ ലാൻഡിൽ നേരത്തെ പോയി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി പോയില്ലെങ്കിൽ ഇവർ നിന്ന് മരിക്കും. ആ ഒരു അവസ്ഥയാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ ഇവർക്ക് സർവാംഗം വേർത്ത് പോയി പാസ്പോർട്ട് എക്സ്പയർ ആയവൻ. അപ്പോഴെന്നിട്ട് ഇവർ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ഞാൻ ഉടമ്പടി ചെയ്തതാണ്, ഞാൻ കയറി പോകും. അതാണ് സംഭവം. ഞാൻ ഉടമ്പടി ചെയ്തതാണ്, അമ്മ വരണം, ഞാൻ കയറി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഏജൻറ്റിനോട് പറഞ്ഞ് നിങ്ങളൊന്നും പറയണ്ട, ഞാൻ കയറി വരും, എമിഗ്രേഷൻ സമയത്ത് അമ്മ വിസ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ചേട്ടത്തി എന്ത് മണ്ടത്തരമാണ് പറഞ്ഞ ഭ്രാന്ത്, ഇത് വിസ പാസ്പോർട്ട് എക്സ്പയർ ആകുമ്പോൾ ഇതെങ്ങനെയാണ് വിസ അടിക്കണത്? പിന്നെ അവിടുന്ന് ഇറക്കി വിട്ടാൽ കയറി വന്നാൽ തന്നെത്താൻ കയറി പോയി നിൽക്കണം, എൻ്റെ റിസ്ക് ഒന്നും ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു റിസ്ക് അമ്മ എടുത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിടയ്ക്ക് അമ്മയെ നോക്കുമ്പോൾ ചിരി വരും. ഈ മനുഷ്യന്മാർ കാണിക്കണ കാര്യങ്ങൾ. ഇവർ ഹോളി ലാൻഡിൽ ഇപ്പോൾ ലാൻഡ് ചെയ്ത് എമിഗ്രേഷൻ ഓഫീസിൽ ചെല്ലണം. എൻ്റെ പൊന്നെ, എമിഗ്രേഷൻ ഓഫീസിൽ ഇവരുടെ പേരെടുത്തപ്പോൾ നേരെ വിസ അടിച്ചത് നിങ്ങൾ ആ സമയത്ത്. പ്രീസ്തലോട് ഹല്ലേലൂയ. വിസ ഇല്ലാതെ പോയ ആളാ. വിസ ഇല്ലാതെ പോയി അവിടെ ചെന്നിറങ്ങിയിട്ട് എമിഗ്രേഷൻ ഓഫീസിൽ ചെന്നപ്പോൾ ഇവിടെ വിസ മറ്റെല്ലാം നേരത്തെയായി. ആ സമയത്തു നമുക്ക് ചിലത് ഭ്രാന്തി പിടിച്ചു പോകും സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ. ഇവരും ഒരു ഭ്രാന്തിയാണ് മാതാവിൻ്റെ. അവരെന്താ പറയണത്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ റിസ്ക് ഞാൻ എടുത്തോളാം, ഞാനൊന്ന് പോയോളാം. പക്ഷേ ഞാനവിടെ ഓഫീസിൽ വരുമ്പോൾ അമ്മ വിസ അടിച്ചു തരുമെന്ന് പറയും. ഇതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ഉടമ്പടിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഉടമ്പടിയുടെ ഉടമസ്ഥതയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും എൻ്റെ മക്കൾ സത്യസന്ധമായിട്ട് വേണ്ട കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ വഴി വിട്ടു അമ്മ ചെയ്തെന്ന് വരും. ഇപ്പോൾ ഈ പാസ്പോർട്ട് ഡേറ്റ് തെറ്റിയിട്ട് വിസ അടിക്കേണ്ട 2ാമത്തെ സാക്ഷ്യമാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് നമുക്ക് കേട്ടത് എന്താണ് സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എംബസിലോട്ട് പോകണം. ഞാൻ എംബസിലോട്ട് പോവുകയാണ്, ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് നമ്മുടെ പാസ്പോർട്ട് എക്സ്പയർ ആയിരിക്കണത്. ഉടനെ ഭാര്യ എന്താ പറയണത്, നിങ്ങൾ എംബസിലോട്ട് കയറി, ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്നുള്ളതാണ്. ഒരു മനുഷ്യൻ വിശ്വസിച്ച് നിങ്ങൾ എംബസിലോട്ട് പോയിക്കോ, ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്നുള്ളതാണ്. അപ്പോൾ വൈഫ് ഞാൻ ഓർക്കണേ ഏറ്റവും വലിയ അന്നാണ് എനിക്ക് മനസ്സിലായത്, ഏറ്റവും വലിയ സ്ത്രീധനം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കണ ഭാര്യയാണ്. ഭാര്യ കൊണ്ടുവന്ന പൊന്നല്ല, പ്രാർത്ഥിക്കുന്ന ഭാര്യ. പ്രാർത്ഥിക്കുന്ന വിശ്വാസമുള്ള സ്ത്രീയെ ഒരു ജീവിത പങ്കാളിയായിട്ട് കിട്ടിയാൽ അവന് പിന്നെ വേറെ ഒന്നും ആവശ്യം ഉണ്ടാകത്തില്ല. കാര്യം ഇവരെന്ന് പറയുന്ന സ്ത്രീയുടെ സ്വഭാവം അറിയാം, അവരൊരു കാര്യം ഏറ്റെടുത്താൽ അന്ത്യം കണ്ടേ അതിന് പിരിയത്തുള്ളൂ. അവർ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ കൂടിയാണെങ്കിൽ കൃത്യം ദൈവതിരുസന്നിധിയിൽ കളങ്കമില്ലാതെ വിശ്വസിക്കാൻ. ഞാൻ അമ്മയുടെ മുമ്പിൽ നിൽക്കണം, വീട്ടിലാണ് നിൽക്കണതേ, ഞാൻ അമ്മയുടെ മുമ്പിൽ നിൽക്കണം, നിങ്ങൾ കയറും ഓഫീസിൽ നിന്ന്. അയാൾ പാസ്പോർട്ട് തുറന്നു നോക്കാതെ വിസ എടുത്തിരിക്കണേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് ഈ വിശ്വാസത്തിൻ്റെ ഒരു യാത്ര ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്നല്ല. ഡൗട്ട് ഫെയ്ത്തിലൊന്നും ചെയ്യരുത്. ചെയ്യുക ഒക്കത്തില്ല അങ്ങനെ ചെയ്യരുത്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ വിശ്വാസത്തിൻ്റെ അത് നമ്മുടെ ബുദ്ധിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് പെട്ടെന്ന് ബുദ്ധിയെ ഹൈജാക്ക് ചെയ്യും. ബുദ്ധിയെ ഹൈജാക്ക് ചെയ്യുമ്പോൾ അത് ഓക്കെ കേസാണത്. പിന്നെ നമ്മൾ യാത്ര ചെയ്യണത് വിശ്വാസത്തിലാണ്. നമ്മൾ യാത്ര ചെയ്യണത് വിശ്വാസത്തിലാണ്. അപ്പോഴെന്താ പറയണത്, റീസണബിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എബ്രാഹാം ഇസഹാക്ക് മുന്നോട്ട് പോകത്തില്ല. ഇസഹാക്ക് ചോദിച്ചിട്ടുണ്ട്, അപ്പം നമ്മൾ എന്തിനാണ് പോണത്, സിനിമ കാണാൻ പോകുന്നതല്ലല്ലോ, നമ്മൾ എന്തിനാണ് പോണത്, ആടിനെ ബലിയർപ്പിക്കാൻ പോവുകയാണ്. ആട് മാത്രം ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ആട് മാത്രം ഇല്ല. എൻ്റെ മകനെ, എൻ്റെ ദൈവമേ, എൻ്റെ മകൻ എന്നോട് അതുമാത്രം ചോദിക്കല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഈ വല്യപ്പൻ മുകളിലോട്ട് കയറുന്നത്. വല്യപ്പൻ മകൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്താണ് വല്യപ്പൻ്റെ ഹൃദയം ഇങ്ങനെ തിളക്കുക. കാര്യം ഇവൻ്റെ മുഖത്തോട്ട് നോക്കി ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു പോകും. ദൈവത്തോട് ചെയ്ത വാഗ്ദാനം
പാലിക്കുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര വിവിധ വികാര വിജൃംഭിതനായിട്ട് ഈ മനുഷ്യൻ തിളച്ച് മുകളിൽ കയറുമ്പോൾ മുമ്പോട്ട് കയറി നടക്കുകയാണ്. നടക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ ചോദ്യം, അപ്പാ തീയും വിറകുണ്ടല്ലോ അപ്പാ, കുഞ്ഞാട് എവിടെയെന്ന്. ആ മനുഷ്യൻ ദൈവത്തിന് ഉറപ്പിച്ച് പറഞ്ഞ വാക്കാണ്, ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം ചില കാര്യങ്ങൾ ദൈവം തന്നെ തരുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അത് നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? വിറകുണ്ട്, തീയുണ്ട്. പക്ഷേ വിറകും തീയും ഉണ്ടായിട്ട് കുഞ്ഞാടില്ലെങ്കിൽ ഇത് വിറകിൻ്റെ കൊണ്ടും പ്രയോജനമില്ല, തീ കൊണ്ടും പ്രയോജനമില്ല. അപ്പം ഇത് എൻ്റെ ദൈവപേദത്തിൽ മനസ്സിലാക്കണം. അതായത് നമ്മുടെ കയ്യിലില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് യാത്ര മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, പോകാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? മുമ്പിൽ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ കയ്യിൽ ആടുണ്ട്. കൈ ഇടിച്ച് കർത്താൻ സ്വലലിയ യേശു. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥന നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രാർത്ഥന അച്ഛൻ മുമ്പ് പറഞ്ഞത് എന്താണ്? പ്രാർത്ഥന ഒരു മീറ്ററാണ്, അല്ലേ? ദൈവം വന്നിട്ട് നിൻ്റെ വിശ്വാസം എന്തുമാത്രമുണ്ട്, നിൻ്റെ പ്രത്യാശ എന്തുമാത്രമുണ്ട്, നിൻ്റെ ദൈവസ്നേഹം എന്തുമാത്രം ഉണ്ടെന്ന് നോക്കണം. എന്താണ്? നിൻ്റെ പ്രാർത്ഥന എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയേ. പ്രവൃത്തികൾ തീർച്ചയായിട്ടും നോക്കും, പക്ഷേ പ്രാർത്ഥനയെന്ന് പറയണത് നീ എന്തുമാത്രം വിശ്വാസം അതിൽ അർപ്പിക്കുന്നുണ്ട്, എന്തുമാത്രം പ്രത്യാശ അതിൽ അർപ്പിക്കുന്നുണ്ട്, എന്തുമാത്രം ദൈവസ്നേഹം അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മടുക്കരുത് കേട്ടാ, മടുക്കണ്ട കേട്ടാ എന്ന് പറയും. ഈശോ പറഞ്ഞിട്ടില്ലേ മടുക്കരുതെന്ന്? മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ അവനൊരു ഉപമ പറഞ്ഞു. പഴയ ബൈബിളെ, പുത്തേട്ടൻ ബൈബിളിൽ കിടക്കുന്നത് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ. ലുക്കാ 18:1 മടുപ്പ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്തിരി ലാഗ് താമസിക്കുകയാണെങ്കിൽ നമുക്കൊരു മുരച്ചിൽ വരുമെന്ന് അർത്ഥം, അല്ലേ? പ്രാർത്ഥനയ്ക്ക് മുരച്ചിൽ വരാൻ സാധ്യതയുണ്ട്. ഉടമ്പടി പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് തുടങ്ങി ഇടി വല്ലതുമായ വല്ല നടന്ന, എന്നിട്ട് ഇപ്പോഴും നീ മഞ്ഞീലത്തിനെയും പച്ചത്തിനെയും കത്തുകൊണ്ടിരിക്കണ എന്ന് ചിലപ്പോൾ ഭർത്താവ് വിളിച്ചു ചോദിക്കും നമുക്ക്. നിങ്ങളൊരു അക്ഷരം മിണ്ടരുത്. മനസ്സിലായ? നമ്മൾ ചില കാര്യങ്ങൾക്ക് മിണ്ടാൻ പാടില്ല. ചില കാര്യങ്ങൾക്ക് ഈ രണ്ട് കക്ഷികളെ മിണ്ടിയിട്ടില്ലല്ലോ, അല്ലേ? അമ്മയാണെങ്കിൽ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കും. നമ്മളതേ ചെയ്യത്തുള്ളൂ. 2:19 ലൂക്കാ 2:19 എന്താ പറയണത്? അമ്മ ഇതെല്ലാം ഹൃദയം സംഗ്രഹിച്ചു അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഹെറോദസിൻ്റെ മുമ്പിൽ, പിലാത്തോസിന് മുമ്പിലും നീ എന്താ മിണ്ടാത്തത്, നിന്നെ വിട്ടേക്കാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞു. അതിന് ഈശോ മറുപടി പറഞ്ഞു. കാര്യം അത് പറഞ്ഞില്ലേ ശരിയാകത്തില്ല. പക്ഷേ ഹെറോദസ് കുറേ കാര്യങ്ങൾ ചോദിച്ച് മിണ്ടിയില്ല. കാര്യം എന്താ? ആ കശ്മലിനോട് മിണ്ടിയിട്ട് കാര്യമില്ല. ഭർത്താവിനെ ഞാൻ കശ്മലെന്ന് വിളിച്ചെന്ന് പറയരുതേ. ചില ആൾക്കാരോട് മിണ്ടിയിട്ട് ചില കാര്യത്തിന് സംസാരിച്ചിട്ട് കാര്യമില്ല. കാര്യം എന്താണ്? നമ്മൾ ദൈവത്തോട് മിണ്ടിക്കൊണ്ടിരിക്കുക. അപ്പം മറ്റുള്ളവരുടെ ചില വർത്തമാനങ്ങളോ കമൻറ്റുകളോ ഒരു കാരണവശാലും നിൻ്റെ ഉടമ്പടി വിശ്വസ്തതയിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ പാടില്ല. കൈ അടിച്ചു കർത്താൻ ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അവസാനം നീ ശരണപ്പെട്ട് നിൽക്കണ കാണുമ്പോൾ നീ പോവത്തില്ല, നീ പിന്മാറത്തില്ല എന്ന് നിൻ്റെ നെപ്പും നിലയും കണ്ട് ദൈവത്തിന് മനസ്സിലായാൽ രണ്ട് കാര്യമാണ് നമുക്കുണ്ടാകണത്. ഒന്ന്, നമ്മുടെ കാര്യം മൂവ്മെൻറ്റ്സ് ഉണ്ടാകും. അല്ലെങ്കിൽ നീ വെച്ചിരിക്കുന്ന കാര്യം നാളെ നിനക്ക് അപകടമുള്ളതാണെങ്കിൽ കർത്താവ് ഡീവിയേറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ കർത്താവ് നിന്നെ വിശ്വാസത്തിലെടുക്കും, നിന്നോട് വല്ലാത്ത ദൈവസ്നേഹം കാണിക്കും. അവിടുന്ന് എന്താ കാര്യം? നീ ശരണപ്പെടുക. കാരണം ശരണമെന്ന് പറയണത് വല്ലാത്ത, ശരണം കഴിഞ്ഞാൽ പിന്നെ സമർപ്പണം മാത്രമേ ഉള്ളൂ. ശരണം കഴിഞ്ഞാൽ പിന്നെ സമർപ്പണം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇത്തിരി താമസിക്കുന്നവർ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ ആ ഇപ്പം ഈശോ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ടോക്കിൻ്റെ ലൈൻ നോക്കാനാണെങ്കിൽ
ദൈവത്തിൽ നിന്ന് വിശ്വസ്തതയും ദൈവത്തിൽ നിന്ന് വിശ്വാസവും ദൈവത്തിൽ നിന്ന് ദൈവസ്നേഹവും വിശ്വാസവും ആർജിക്കാൻ സാധ്യമുള്ള സ്വന്തപ്പെട്ടവരാണ്. കാര്യം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ടോക്കിന് പറഞ്ഞിരുന്നു, അതായത് പെർഗാമോസിലെ സഭയോട് ദൂതൻ എന്താ പറഞ്ഞത്, നീ എൻ്റെ ഉറ്റ ശിഷ്യനായ അന്തിപ്പാസ് മരിച്ച കാലത്ത് പോലും നീ എന്നോട് വിശ്വസ്തത കാണിച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ചില സമയത്ത് ചില അപകടങ്ങളും അത്യാഹിതങ്ങളും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. അപ്പോഴപ്പോഴും പെർഗാമോസ് സഭ കർത്താവിനോട് വിശ്വസ്തത കാണിക്കും. എൻ്റെ ദൈവവേദനെ അവസാനം പറയണത്, എന്തെങ്കിലും നിൻ്റെ ഉടമ്പടി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിനക്കത് പാലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കർക്കശമായ എന്തെങ്കിലും അവിചാരിതവും ആകസ്മികമായ സങ്കട സാഹചര്യം ഉണ്ടായാലും യു മസ്റ്റ് കണ്ടിന്യൂ, നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകണം. കാര്യം എന്താണ്? വിശ്വസ്തതയാണത്. ഉടമ്പടി വിശ്വസ്തയുടെ വിഷയമാണ്. ആ വിശ്വാസത്തെ നിലവാരം കഴിഞ്ഞ് ഇപ്പം സാക്ഷ്യം പറഞ്ഞവരൊക്കെ, പക്ഷേ സാക്ഷ്യം പറഞ്ഞവരെക്കാൾ ദൈവത്തിരുസിന് തൂക്കമുള്ളത് സാക്ഷ്യം പറയാതെ വിശ്വാസത്തിന് ലെവൽ വിട്ടിട്ട് വിശ്വസ്തത നിൽക്കുന്നവരാണ്. അതായത് അവർ പറഞ്ഞ കാര്യം 2-3 എണ്ണം 4-5 എണ്ണം ഇപ്പോഴും നടന്നിട്ടില്ല, സ്റ്റിൽ ആ പഴയ ഉപവാസം അവർ കൊണ്ടുപോകുന്നുണ്ട്, സ്റ്റിൽ പഴയ വിശുദ്ധി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ അവർക്ക് വിശ്വസ്തതയുള്ളവരാണ്. ഉടമ്പടിയിൽ എന്താ പറയണത്? നോട്ട് ഫെയ്ത്ത് ബട്ട് ഫിഡലിറ്റി. വിശ്വാസമല്ല, വിശ്വസ്തത. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഏത് സാഹചര്യങ്ങളിലും വിശ്വസ്തയോടെ നിന്ന് കർത്താവിൻ്റെ നിന്റെ സന്നിധിയിൽ വിശുദ്ധിക്ക് വേണ്ടി ചെയ്ത ജീവിത സാക്ഷ്യം പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കണമേ. യേശുവേ സ്തോത്രം. സ്തുതിയുടെ ഹല്ലേലൂയ. നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലെ എൻ്റെ മക്കളെ, ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളാണ്. ചില പൊട്ടന്മാർ കാര്യങ്ങൾ അറിയാതെ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് വലിയൊരു ശാപലക്ഷണമാണ്. കാര്യം നിങ്ങൾക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അവസാന ആശീർവാദമാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടോക്ക് ചെയ്ത്. നിങ്ങൾ വണ്ടി പോകുമെന്നൊക്കെ പറഞ്ഞ് പോകുന്നത് കർത്താവിനേക്കാൾ വലിയ വിഷയമാണ് വണ്ടിയെങ്കിൽ നിങ്ങൾ വണ്ടിക്ക് മുമ്പ് എത്താൻ വേണ്ടി ശ്രമമാണ്, മണ്ടത്തരമാണ്. ആരാണ്ടൊരു പൊട്ടൻ എഴുന്നേറ്റ് പോയത് കൊണ്ടാണ് വേറെ ചില ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോയത്. ഇങ്ങനെ പിശാച് വന്ന് ഇതുപോലൊക്കെ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണത്. ഇന്നലെ ഇവിടുത്തെ ആൾക്കാർ പോയെന്നൊക്കെ പാലക്കാട്ടുകാർ പോയി ഇന്നലെ ഇവിടുന്ന് പോയി കൗൺസിലിംഗ് കഴിഞ്ഞ് പോയത് വൈകുന്നേരം 8:30 മണിക്കാണ്. കർത്താവിന് തിരുസന്നിധി വരുമ്പോൾ നമ്മൾ എവിടെയാണ് വന്നതെന്ന് അറിയണം. ദൈവത്തിനേക്കാൾ വലിയ വീടായി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുകയുള്ളൂ. വളരെ ബോധ്യം ബോധം ഇല്ലാത്ത ഏതെങ്കിലും ഒരു പിശാചിനോട് പറഞ്ഞു നീ പോ എന്ന് പറഞ്ഞു. ചിലപ്പോൾ വയറുവേദനയായിട്ട് പൊങ്ങിപ്പോയതായിരിക്കും. അത് കണ്ട വേറെ അയ്യോഭാവികളും പൊങ്ങിപ്പോയിട്ടുണ്ട്. ആദ്യം പോയ ആൾക്കാർ പല വയറുവേദനയ്ക്ക് പൊങ്ങിപ്പോയതായിരിക്കും. അതിൻ്റെ കൂടെ കുറേ എണ്ണം പോയിട്ടുണ്ട്. എല്ലാത്തിനും കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ യേശുവേ ഞങ്ങളുടെ പേര് ചൊല്ലി വിളിച്ച ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുന്ന കർത്താവേ, സ്തോത്രത്തിന് കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ. മക്കളെ, ഇപ്പോഴാണ് നമ്മൾ ഉടമ്പടിയിൽ വെച്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടിയിൽ 6 കാര്യം നമ്മൾ വെച്ചിട്ടുണ്ട്. ആ 6 കാര്യങ്ങളുടെ മേലും അഭിഷിക്തൻ അപമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോയുടെ തിരുസന്നിധിയിൽ ഉടമ്പടി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും ഈ ആഴ്ചകളെല്ലാം തിരിച്ചു വരുന്നതിനുള്ളിൽ ആവശ്യങ്ങളുമെല്ലാം തീരുമാനം ഉണ്ടാകണം. നിങ്ങൾ സ്തുതിച്ചാൽ മാത്രം മതി. ബാക്കി അച്ഛൻ ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ വെച്ച വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ദിവ്യകാരുണ്യം സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിലേക്കും സമാശ്വത്തിലേക്കും വിടുതലിലേക്കും പോകുന്ന സമയമാണ്. ശ്രീയുടെ ഹല്ലേലൂയ. നന്മനായിശ്വരൊന്നും സാധ്യമില്ലാത്തവന് അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, ഉടമ്പടി വെച്ച എല്ലാ വിഷയങ്ങളും, രോഗകാരണങ്ങൾ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, ജോലി കാര്യങ്ങൾ, സ്ഥലമില്ലാത്തവരെ, വീടില്ലാത്തവരെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, എല്ലാ അഡ്മിഷൻ കാര്യങ്ങളും വിദ്യാഭ്യാസ കാര്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ,
എല്ലാ രേഖകൾ, അന്യനാടുകളിലും വിദേശങ്ങളിലും പഠിക്കാനുള്ള രേഖകൾ, പരിശുദ്ധ അതിൻ്റെ സാങ്കേതിക ദുരിതങ്ങൾ, തടസ്സങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മ പരിശുദ്ധമായ ദേവമാതാവേ, സാമ്പത്തിക കടങ്ങൾ കൊടുത്തുവിട്ടാൽ നിർവാഹമില്ലാത്ത വിധത്തിൽ സാമ്പത്തികമായ കടങ്ങളിൽ നെരുപിടി കൊള്ളുന്നവരുടെ എല്ലാ വിഷയങ്ങളും ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. സ്തുതി ഹല്ലേലൂയ, സ്തുതി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് ഞരമ്പുകൾ കൂടുന്നിടത്ത് ഒരു കുരു പോലെ വന്ന് നിൽക്കുന്നുണ്ട്. ആ കുരു പൊറുക്കണമില്ല, പഴുക്കണമില്ല. പക്ഷേ ഇടയ്ക്കിങ്ങനെ വെള്ളം വരും, പക്ഷെ ചൊറിച്ചിലുണ്ട്. പക്ഷെ അവിടെ കട്ടിയായിട്ടിരിക്കുകയാണ്, നല്ല ബലം പിടിച്ചിരിക്കണം, അസ്ഥി പോലെ തോന്നുന്ന രീതിയിൽ ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ കൂടെ തന്നെ ഉള്ളതായിരുന്നു വിസർപ്പ രോഗികൾ. നെറ്റി തൊട്ട് വിസർപ്പ രോഗം, സോറിയാസിന് അസുഖമുള്ളവരെയും കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തി കൊടുക്കുന്നു. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. സ്തുതി ഹല്ലേലൂയ. ത്വക്ക് രോഗികൾ, അതായത് ത്വക്ക് രോഗികളെന്നറിയാം. സോറിയാസിസ് പറഞ്ഞപ്പോൾ ഈശോ ഒന്നെന്ന് കാണിച്ചു, പിന്നീട് തെളിയാത്ത 2 പൂജ്യം അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അത് 100 വരെ വരും. സോറിയാസിസ് തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. ഈ ത്വക്ക് രോഗികളുമായി ബന്ധപ്പെട്ട അനേകം മക്കളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ അസ്ഥി കാണിച്ചു തരുന്നുണ്ട്, ഉറഞ്ഞ അസ്ഥികളിലേക്ക് രക്തം കയറാത്ത അസ്ഥികളുണ്ട്. അസ്ഥികളിലേക്ക് രക്തം കയറാത്ത അസ്ഥികൾ, അസ്ഥി സന്ധികൾക്ക് ദ്രവിപ്പുള്ളവരെ, പൊടിഞ്ഞു മറന്നവരെ കർത്താവ് സുഖപ്പെടുത്തി കൊടുക്കുന്ന. ഹല്ലേലൂയ. ഈ വിഷയം പറഞ്ഞത്, അതായത് ഇടത് തോളിൻ്റെ അസ്ഥിവേദനയെ ഇപ്പോഴ് ഇടത് തോളിന് അസ്ഥിവേദന ഉണ്ടായിരുന്നു, ഇടത്തോളിൻ്റെ സന്ധിക്ക് അസ്ഥിവേദന ഉണ്ടായിരുന്നു. അത് ഇപ്പോഴ് ഈ നിമിഷം കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കുന്ന. ഹല്ലേലൂയ. കുറേ ദിവസമായിട്ട് ഒരു താക്കോൽ പ്രശ്നത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ട്. താക്കോൽ പ്രശ്നം നിസ്സാരമല്ല, വളരെ സീരിയസ് വിഷയമാണ്. ആടുക മരണശേഷം ഉണ്ടായിട്ടുള്ള നിക്ഷേപത്തിൻ്റെ താക്കോലാണ്. അത് ആരുടെ കയ്യിലാണ്. കൈയുള്ളവൻ അത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയും അങ്ങനെ അതിൻ്റെ പേരിൽ സംശയം, പലതരത്തിലുള്ള അക്രമ സ്വഭാവങ്ങളെല്ലാം, അസമാധാനം ഈശോ കുടുംബത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് സമാധാനം സ്ഥാപിക്കുകയാണ്. ഹല്ലേലൂയ. ഇടത് കൈയുടെ മസിലിൻ്റെ ശക്തി പോയിരിക്കുന്നു. അതായത് മസിലുണ്ട്, പക്ഷേ അതിന് ശക്തിയില്ല. അതിൻ്റെ ഈ സ്പ്രിങ് പൊട്ടിപ്പോയ പോലെ നമുക്ക് തോന്നത്തില്ല. ചില സാധനത്തിൻ്റെ സ്പ്രിങ് പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തളർന്ന് കിടക്കും. അതുപോലെ ഇടത് കൈയുടെ മസിലിൻ്റെ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഭാഗങ്ങളുടെ എല്ലാ ബലമില്ലാത്ത അവസ്ഥ തിരിച്ചു വന്ന് ബലം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. സ്തുതി ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം കടകമ്പോളങ്ങൾ, വരുമാന മാർഗമില്ലാത്തവർ. കടമുണ്ട്, പക്ഷെ അത് വീട്ടാൻ മാനുഷികമായ മാർഗമില്ല. പക്ഷെ മാനുഷികമായ മാർഗമില്ലെങ്കിൽ നീ ഉടമ്പടി വെച്ചിട്ടുള്ളതാണെങ്കിൽ ദൈവം തന്നെ തരുമെന്നുള്ള നമുക്ക് ഇന്ന് കിട്ടിയ വെളിപാടില്ലേ, അത് ഞാൻ സത്യം പറഞ്ഞാൽ ഈശോ ഇവിടെ ഇരിക്കണ്ടല്ലോ. ഞാൻ വാതിൽ തുറന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈശോ പറഞ്ഞതാണ്. എൻ്റെ മനസ്സിൽ ആ നിമിഷം വരെ ആ സാധനം ഇല്ല. ഞാനിപ്പോൾ വാതിലും തുറന്ന് ബൈബിൾ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയ ആ സെക്കൻഡാണ് ഞാൻ പിന്നെ അകത്തോട്ട് കയറിയിട്ട് വചനം നോക്കിയത്. അപ്പോഴാണ് 22:8 കിട്ടിയത്. അപ്പോൾ ദൈവം തന്നെ തരുന്ന ചില വിഷയങ്ങളുണ്ട്. അതാണ് ഇന്ന് ടോക്ക് എല്ലാം മാറിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ദൈവവേദന നീ ഓർക്കണം, ദൈവം തന്നെയാണ് നമ്മുടെ ആസ്തി, ദൈവം തന്നെയാണ് നമ്മുടെ വഴി, ദൈവം തന്നെയാണ് നമ്മുടെ വഴി നടത്തുന്നത്. കൈ അടിച്ച് കർത്താവ് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്യാത്ത മക്കള് ഈ ആരാധനയെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ, ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ.
നിറച്ച് ദിവസം എടുക്കുക, പത്രം എടുക്കുക. എല്ലാ പത്രങ്ങളും ആശീർവദിക്കാൻ പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കൃപാസനത്തിൽ നമുക്ക് ഉടമ്പടിയിലെ 6 കാര്യങ്ങൾ നമ്മൾ വിശ്വസ്ത വെച്ചിരിക്കുന്നത്, ദൈവത്തോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 3 പാപങ്ങൾ ഉപേക്ഷിക്കുക, അരമണിക്കൂർ എല്ലാ ദിവസവും വചനം വായിക്കുക. രണ്ടാമത്തത്. മൂന്നാമത്തത് ഒരു ഉടമ്പടി ധ്യാനം 1 മാസം 1 പ്രാവശ്യം കൂടുക. നാലാമത്തത് ഉടമ്പടി കാരുണ്യ പ്രവൃത്തി ചെയ്യുക. ഞാൻ രോഗിയായി നിങ്ങളെന്നെ സന്ദർശിച്ചു, കാരാഗൃഹവാസിയായി സന്ദർശിച്ചു, നിങ്ങളെനിക്ക് ഞാൻ നഗ്നനായ നിങ്ങൾക്ക് വസ്ത്രം തന്നു. അതെല്ലാം ഉടമ്പടിയുടെ ഭാഗമാണ്. 1 മാസം ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യണം. 5-മത്തത് പ്രേക്ഷിത പ്രവർത്തനമാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അതിനാണ് ഈ പത്രം വെച്ചിരിക്കുന്നത്. 1 മാസം കർത്താവ് പരിശുദ്ധ അമ്മ മധ്യസ്ഥത്തിലെ കൃപാസന ചെയ്ത പ്രവർത്തികളാണ് പത്രത്തിലുള്ളത്. 1 മാസം കർത്താവ് അൾത്താറയിൽ സംസാരിച്ചിട്ടുള്ള സന്ദേശങ്ങളാണ് പത്രാധിപ കുറിപ്പിലുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവിൻ്റെ വാക്കും പ്രവൃത്തിയുമാണ് നമുക്ക് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ അനുഭവ ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അത് 12 പ്രാവശ്യം വ്യഞ്ചരിച്ചിട്ടാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. കാര്യം എന്താണ്? അക്ഷരം അറിയാത്തവർ, കണ്ണ് കാണാത്തവർ, അക്രൈസ്തവരൊക്കെ ഇത് വായിക്കുക. അവർക്കെല്ലാം എന്തെല്ലാം പരിമിതികളുണ്ടായാലും അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടിയാണ് കൃപാസനത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥന, 1 മാസത്തെ മുഴുവൻ പ്രാർത്ഥനകൾ ഈടി വെച്ചിട്ടാണ് പത്രം പുറത്തേക്ക് പോണത്. സുപ്രീം കോടതി നോട്ട് ഈടി വെക്കത്തില്ലേ? സുപ്രീം കോടതി രത്നങ്ങളും സ്വർണവും ഈടി വെച്ചിട്ടാണ് നോട്ട് അടിച്ചിറക്കണ പോലെയാണ് കൃപാസനത്തിന് 1 മാസത്തെ പ്രാർത്ഥനയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഈടിലാണ് പത്രം അടിച്ചിറക്കണത്. 12 പ്രാവശ്യം വെഞ്ചരിച്ച്. അതാണ് അനുഭവങ്ങളൊക്കെ ആൾക്കാർ പറയണത്. അതുകൊണ്ട് പത്രം വഴിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്, കർത്താവിൻ്റെ അടുത്ത് വന്നതും സാക്ഷ്യപ്പെടുത്തിയതും സാക്ഷ്യം പറഞ്ഞതും. അതുകൊണ്ട് നിങ്ങൾ വഴി ഇനിയും ആയിരങ്ങളെ കർത്താവിൻ്റെ അടുത്ത് വരാൻ വേറൊരു മാർഗമില്ല. നിങ്ങൾക്കൊന്നും പറയണ്ട, ഈ പത്രം ഒന്ന് കൊടുത്താൽ മതി, ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്തോളൂ. സംസാരിക്കാൻ പോലും വേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം സംസാരിക്കേണ്ടി വരും. ഇതൊന്ന് കൊടുത്താൽ മതി. പക്ഷെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥിച്ചേ കൊടുക്കാവൂ. അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾ ഏത് വാദ്യരാണെങ്കിലും കളക്ടറാണെങ്കിലും ഓഫീസറാണെങ്കിലും നിങ്ങളുടെ ഇടവപ്പള്ളി വിതരണം ചെയ്യാൻ അനുവാദമില്ലെങ്കിൽ റോഡിലെങ്കിലും നിന്നിട്ട് നിങ്ങൾ നിന്ന് പ്രാർത്ഥിച്ച് കൊടുക്കണം. ആരെയും ഏൽപ്പിക്കരുത്. കാര്യം നമ്മളാണ് പ്രേക്ഷിതർ. നമ്മൾ സബ് കൊടുക്കുകയല്ല, സബ്ബാറും കൊടുക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റടിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ സ്ഥലത്ത് പോയി അവിടെ 10 എണ്ണം കൊടുത്ത്, നാളെ ചിലപ്പോൾ എന്ത് വീട്ടിൽ കല്യാണത്തിന് പോയി അവിടെ 5 എണ്ണം കൊടുത്ത്. അപ്പം അങ്ങനെ അപ്പോൾ അവർ ചോദിക്കും, നിങ്ങളിപ്പോൾ ഈ പണി തുടങ്ങിയ എന്താണ് എല്ലാം അവസാനിപ്പിച്ച ഇപ്പോൾ ഇതിന്മേലായ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ചോദിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ചോദിക്കണമെന്ന്. ചോദിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ, അതെ ഞാനിതിൽ വിശ്വസിക്കണം, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണ്, നിങ്ങളിത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കും അനുഭവം കിട്ടും എന്ന് ചങ്കൂറ്റത്തോടെ പറയുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ ആളായി. അല്ല പത്രം കാണുമ്പോൾ ഉടനെ കിട്ടില്ല, ആൾക്കാരെ കാണുമ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണ പോലെ നിങ്ങളുടെ ആങ്ങളെ വരുമ്പോഴാ അളിയൻ വരുമ്പോഴാ പത്രം എടുത്ത് കിട്ടില്ല വെച്ചാൽ എന്താ എപ്പോൾ ഒന്ന് എന്നൊക്കെ ചോദിക്കരുത്. അങ്ങനെ പൊട്ടങ്കളിയൊന്നും കർത്താവ് അംഗീകരിക്കത്തില്ല. മാന്യം മര്യാദ, കർത്താവെ നീ തുണിയില്ലാതെ വിറകെ കിടന്ന് എനിക്ക് വേണ്ടി നാണം കെട്ടതാണ്, ഞാൻ നിനക്ക് വേണ്ടി നാണം കെടും. ഇത് നാണം അങ്ങനെയാണെങ്കിൽ ഇത് അഭിമാനത്തോട് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് നട്ടല്ലോടുകൂടി വേണം പത്രം വിതരണം ചെയ്യാൻ. രാത്രി ഇരുന്ന് കൊന്ത ചേരണം. കർത്താവ് നാളെ ഞാൻ പത്രം കൊടുക്കാൻ പോവുകയാണ്, ആ മക്കളെല്ലാം നിന്നെ അറിയണം, നിൻ്റെ രക്തത്തിൻ്റെ വില അറിയണം. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം ഈ ഭൂമി ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രക്തത്തിന് വേണ്ടിയുള്ള സാത്താനുള്ള പ്രതികാര പ്രവർത്തനമാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് കേരളത്തിൽ പെട്ടെന്ന് ഈശ്വരനെ അറിയിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗമാണിത്. പല മാർഗ്ഗങ്ങളുണ്ടാകാം. പെട്ടെന്ന് ഇത്രയും ആൾക്കാരെങ്ങനെയാണ് കർത്താവിലേക്ക് വരണത്? ഒരു പത്രം 1 പ്രാവശ്യം വായിച്ചു, അടുത്ത മാസം വേറെ പത്രമല്ലേ, അതിൻ്റെ അടുത്ത മാസം വേറെ പത്രമല്ലേ. ഇത് ബുദ്ധിയും ബോധമുള്ള എടുത്ത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ദൈവമേ ഇത് മുഴുവനും ഓരോ മാസവും 100 കണക്കിന് അനുഭവങ്ങളാണ്. അതെന്താ പനി മാറി വയറുവേദന മാറിയെന്നല്ലല്ലോ. ഇന്നത്തെ മനുഷ്യൻ ജീവിക്കണ എല്ലാ വിഷയങ്ങളും എംബസി എങ്കിൽ എംബസി, ഇൻ്റർവ്യൂ എങ്കിൽ ഇൻ്റർവ്യൂ, ഐ.ടി.എസ് എല്ലായിടത്തും കയറി ഇറങ്ങി അമ്മ നേരിട്ട് വന്ന് ചെയ്യണ കാര്യങ്ങളല്ലേ, അതല്ലേ അവർ പറയണത്. അപ്പം അത് നമ്മൾക്കറിയണം. മറ്റു മനുഷ്യർ, അനേകം മക്കൾ കർത്താവിനെ അറിയണം. എത്ര ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെ കയറി സാക്ഷ്യം പറഞ്ഞു.
ഒരു മുസ്ലിം സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും വേണ്ടി. അപ്പം ഞാൻ അച്ഛ എൻ്റെ അവരുടെ പേര് ഞാൻ വാദിക്കുക, അച്ഛാ എൻ്റെ പേര് സുഹറ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും ഇല്ല ഈ അമ്മയെ കണ്ടത് മുതലെന്നാണ്. അപ്പം എന്താ എത്രയോ പേര് മനുഷ്യർ കർത്താവിനെ കണ്ട് അനുഭവങ്ങൾ പ്രാപിക്കണം. അപ്പോഴാണ് കത്തോലിക്കനോടൊരു സുവിശേഷം ചോദിക്കുമ്പോൾ പറയണത് സുഭാഷിതമാണെന്ന് ചോദിക്കും. ഇങ്ങനെ തിരിച്ചു ചോദിക്കും, അച്ഛൻ നിങ്ങളൊരു സുവിശേഷത്തിൻ്റെ പേര് പറയേ, സങ്കീർത്തനം. അല്ല, സുവിശേഷത്തിൻ്റെ പേര് പ്രഭാഷകൻ. അതോ ഞാനത് ഈ പഴയ നിയമമൊക്കെ, നിങ്ങൾ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയായിരുന്ന, അറിയേണ്ടത് അറിയാൻ പാടില്ലതാണ്. അപ്പോൾ അത്രയും ഒരു വിഷയം. അപ്പോൾ എൻ്റെ മക്കൾ സുവിശേഷം വായിക്കുന്നില്ലെന്ന് സൂചിതയല്ലേ? അരമണിക്കൂർ സുവിശേഷം വായിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അരമണിക്കൂർ പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കണില്ല. എന്നിട്ട് പിന്നെ ആൾക്കാർ പുതുക്കിക്കൊണ്ട് വരുമ്പോഴാണ് നിങ്ങളെ പിടിക്കത്തില്ല, ആ പുതുക്കണ ആൾക്കാരെ പിടിക്കും ഞാൻ. വേറെ പ്രശ്ന കാര്യം, നിങ്ങൾക്ക് സുവിശേഷം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പുതുക്കിയവർ ചോദിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പുതുക്കിയ ആളാരാണെന്ന് നോക്കും പറഞ്ഞേ, പുതുക്കിയ ആരാണെന്ന് നോക്കും. അതെപ്പോഴും ശ്രദ്ധിക്കണം, അവർക്ക് പണി ഉണ്ടാക്കരുത് നിങ്ങൾ. അതായത് മര്യാദക്കിരുന്ന് അരമണിക്കൂർ വചനം എല്ലാ ദിവസവും പല സമയത്തായിട്ട് വായിച്ചാലും മതി, സമയം കിട്ടുന്ന പോലെ വായിച്ച് വരുമ്പോൾ വചനം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു കൊച്ചിന് പാല് കുടിക്കണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് കൊച്ച് വണ്ണം വെക്കാതിരിക്കുന്നുണ്ടാ? നമ്മൊരു കുഞ്ഞിന് അത് മുലപ്പാൽ കുടിക്കുകയല്ലേ, അല്ലെങ്കിൽ പാല് കുടിക്കണം, അതിനെ അറിയത്തില്ല ഇത് പാലാണ്, ഇതിൻ്റെ പ്രോട്ടീനുണ്ട്, ഇതിൻ്റെ കാൽഷ്യം ഉണ്ട്, പല്ല് നല്ലതാണ്, എലി നല്ലതാണെന്ന് കുഞ്ഞിനറിയത്തില്ല. കുഞ്ഞറിയാതെയല്ലേ പാല് കുടിക്കണത്. എന്നിട്ട് കുഞ്ഞ് ബലം പ്രാപിച്ച് വരുന്നില്ലേ? ദൈവവേദലേ, നീയും അറിഞ്ഞില്ലെങ്കിലും നീ വായിച്ചോ, നീ ബലം പ്രാപിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും പ്രധാനം അച്ഛൻ നോക്കണത് എന്താ? പത്രമേ നോക്കത്തുള്ളൂ. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് ഉടമ്പടി പുതുക്കണതിന് പത്രത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്രശ്നമുണ്ട്, പുതുക്കുന്നവരാൾ എഴുതി വെക്കും നോ മിഷൻ. നിങ്ങളറിയത്തില്ല, നിങ്ങൾ പത്രം ഒരെണ്ണം പോലും മേടിക്കാതെ ഒരു മാസം 2 പ്രാവശ്യം, കാര്യം ഒരു മാസം 50 പത്രം മേടിക്കണത് ഉടമ്പടി പദ്ധതിയുടെ പ്രേക്ഷിത പദ്ധതിയുടെ ഭാഗമാണ്. ഇത് വാങ്ങിക്കാതെയും ചെന്നിട്ട് ഉടമ്പടി പുതുക്കി കിട്ടും. പക്ഷേ അവിടെ കോളത്ത് NM എന്ന് എഴുതി വെക്കും. നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങൾക്കറിയാൻ പറ്റും അത് നോ മിഷൻ. കാര്യം ഈ പ്രസ്ഥാനം പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടില്ല എന്നാ. അപ്പം പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്താൽ മാസം ചെയ്യാതെ ഇപ്പം അച്ഛനെ കാണാൻ വേണ്ടി ഒപ്പിച്ചതാണ്. അതപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കും. സത്യം ഞാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ പൊട്ടങ്ങളെ അവിടെ കളിച്ചിട്ട് കാര്യമില്ല. അവിടെ കളിച്ചാൽ അവരെ എഴുതി വെക്കും. അവിടെ പത്രമില്ലാതെ ചെന്ന് ആ 3 മാസം പത്രമില്ലാതെ ചെന്ന് പുതുക്കിയ അവരവിടെ നോ മിഷൻ അടിച്ചു വെക്കും. നിങ്ങളുടെ പേപ്പറെ കാണും. ആ നോ മിഷൻ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉടമ്പടി തെറ്റിച്ചവരാണെന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്തവരാണ്. പിന്നെ നിങ്ങൾ 200 പത്രം മേടിച്ചിട്ട് കാർഡ് മേടിച്ചാൽ വരണത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അച്ഛനെ കാണാൻ വേണ്ടി മാത്രം മേടിച്ചതാണ്. ഉടമ്പടി അച്ഛനെ കാണാനുള്ള പരിപാടിയല്ല, അത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ള. അതാത് മാസം മേടിക്കാനുള്ളത് ഇപ്പോൾ ഈ മാസം ഇതിപ്പോൾ ജൂൺ മാസം മേടിക്കാനുള്ളത് ജൂൺ മാസം തന്നെ മേടിച്ച് മാറ്റിയിരിക്കണം. അടുത്ത മാസം എന്ന് വെച്ചാൽ അടുത്ത ഞായറാഴ്ച ജൂലൈ മാസത്തെ പത്രമാണ് ഇറങ്ങണത്. ഈ മാസം പ്രാർത്ഥന 3 കൂടിയാലും പത്രം ഇല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടാത്ത പോലെ കൃപാസനം കൗണ്ട് ചെയ്യത്തുള്ളൂ. ഇതൊക്കെ എല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു പരിപാടിയും നടക്കത്തില്ല. കാര്യം ഇവിടെ ആൾക്കാരെ എടുത്തിട്ട് തീരണില്ല. ഞാൻ രാവിലെ ഇന്നലെ 7 മണിക്ക് നിൽക്കണം, ഞാൻ രാത്രി ഭക്ഷണം പോലും കഴിക്കാൻ ഇവിടെ 7 മണി വരെ നിന്നിട്ടാണ് ആൾക്കാർ തീരണം. 7 വരെ നിന്നിപ്പോൾ നിൽക്കുക. അപ്പം അതുകൊണ്ട് ഇവിടെ 3-4 പേരെയാണ് നിങ്ങളുടെ ഉടമ്പടി സത്യസന്ധ വിലയിരുത്താൻ വേണ്ടി വെരിഫൈ ചെയ്യാൻ വെച്ചിരിക്കണം. 4 പേര്. അവർ 4 പേര് 7 മണിക്കൂടെ ലാൻഡാവും, ലൈൻ നിർത്തും, എന്നിട്ട് എല്ലാം പരിശോധിക്കും. ഉടമ്പടി പുതുക്കിയത് പരിശോധിക്കും. അതിൻ്റെ പത്രത്തിൻ്റെ കറസ്പോണ്ടിങ് കാർഡ്, ആ പത്രത്തിൻ്റെ കാർഡ് ഡേറ്റ് നോക്കും. അപ്പോൾ ചിലപ്പോൾ ഏപ്രിൽ വന്ന് കാണത്തില്ല, ചില മെയ് വന്ന് കാണത്തില്ല, മാറ്റും. ജൂണിൽ വന്ന് കാണും, അപ്പോൾ അത് മാറ്റും. അപ്പോൾ അത് കാര്യം പത്രത്തിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അവർ ചോദിക്കും, മെയ് മാസം ചേച്ചി പ്രാർത്ഥന കൂടിയിട്ടില്ലേ? കൂടിയിട്ടുണ്ട്, പത്രം മേടിച്ചിട്ടില്ല, അപ്പോൾ മാറ്റും. കാര്യം കൗൺസിലിൻ്റെ നമ്പർ തരത്തില്ല. ഇവിടെ കൗൺസിലിങ്ങിൻ്റെ വിഷയമല്ല ഇത്. കറക്റ്റായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഈ പത്രം മേടിച്ച് കോൺക്രീറ്റ് കൊടുക്കാവുന്നവർ കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റുള്ളത് എങ്ങനെ ചെയ്തെന്ന് അറിയാൻ പറ്റും. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കാരുണ്യ പ്രവൃത്തി ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഉടമ്പടിയുടെ മറ്റു കാര്യങ്ങൾ ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് മോശം വരുത്തിയാൽ ഞങ്ങൾ അസസ് ചെയ്യണത് മൊത്തം കാര്യത്തിന് എവിടെയൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ എന്തോ വിഷയം ഉണ്ടായപ്പോൾ വന്നിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യരുത്. കാര്യം കാണാൻ വേണ്ടി കർത്താവിനെ തിരുവിനിയോഗിക്കുക. അപ്പം നിങ്ങൾ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കർത്താവ് ഇതുവഴി വിശുദ്ധിയോടെയും വിശ്വസ്തയോടെയും ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമാകാനും ദൈവത്തിൻ്റെ സാക്ഷിയാക്കാനും
ഉടമ്പടി പോലെ ഒരു വിഷയത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നിറച്ച വസ്തു ഉയർത്തി പിടിക്കുക. വിശ്വാസ പ്രമാണം ചെയ്യുക. Lord Jesus Christ, pour out your Spirit. Lord Jesus Christ, pour out your Spirit. Lord Jesus Christ, pour out your Spirit. The fire finger soaked with the precious blood. I know the Catholic Church with the power of Jesus Christ, with the mercy of the Holy Priesthood. I bless the Holy. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിറച്ച വസ്തുക്കളെ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. ഇപ്പോഴും സമാപന ആശീർവാദമാണ്. അപ്പോഴും നിറച്ച വസ്തു ഉയർത്തിപ്പിടിക്കണം. അത് കഴിയുമ്പോൾ ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, അതുപോലെ തന്നെ ഗർഭിണികൾ, അവർക്ക് പ്രത്യേക പ്രാർത്ഥന ഉണ്ടാവും. ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ഈ 3 കൂട്ടക്കാരും ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കത്ത് കിട്ടും. ഓഫീസിൽ നിൻ്റെ ആ രോഗം വിവരം എഴുതിയിട്ടുള്ള ചീട്ട് കിട്ടും. അപ്പം അങ്ങനെയുള്ള ക്യാൻസർ രോഗികൾ ഓഫീസിൽ പോയി അലോഷ്യസ് എന്ന് പറഞ്ഞ ബ്രദറിനെ കണ്ട് നിങ്ങളുടെ പേര്, രോഗവിവരം പറഞ്ഞ്, പണ്ട് രോഗികളായിരുന്നെന്ന് പറഞ്ഞ് പറയരുത്, ഇപ്പം രോഗികളാണെന്ന് മാത്രമേ പോകാൻ പാടുള്ളൂ. കാര്യം ക്യാൻസർ രോഗികളാണെന്ന് പറഞ്ഞാൽ പണ്ട് സുഖപ്പെട്ട ആൾക്കാർ അവിടെ പോയി ചീട്ട് മേടിച്ചിട്ട് ക്യാൻസർ രോഗമെന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഞാൻ പ്രാർത്ഥിക്കാൻ അച്ഛാ പണ്ടായിരുന്നു, ഇപ്പം എന്താ ചീട്ട് മേടിച്ചു, ഇപ്പം എൻ്റെ മകളുടെ കല്യാണം നടക്കണില്ലെന്ന് പറയും. അപ്പം അങ്ങനെ ചെയ്യരുത്. അത് ദൈവത്തിനെ പറ്റിക്കണ ഒരു പരിപാടിയും ചെയ്യരുത്. കറക്റ്റ് ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ അവർ പോയി ചീട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അവർക്ക് വേണ്ടി പ്രത്യേകം അച്ഛൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇവിടെ വന്ന് നിൽക്കണവരെ. ഇപ്പം സമാപന ആശീർവാദമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ.